നമസ്കാരം. തെമ്മാടി രാജ്യത്തിന് ഇന്ത്യയെ പേടി, ആക്രമണത്തിന് കോപ്പുകൂട്ടി ഇന്ത്യ. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധസമാനമായിട്ടുള്ള ഒരു സാഹചര്യം ഉടലെടുത്തിട്ടുണ്ട്. ആക്രമണത്തിന് മുമ്പ് തന്നെ പാകിസ്ഥാൻ സൈന്യത്തിൽ നിന്നും സൈനികരുടെ കൊഴിഞ്ഞുപോക്ക് തുടങ്ങിയിരിക്കുന്നു. 5000 ഓഫീസർമാരും സൈനികരും അടക്കം രാജിവെച്ചിരിക്കുന്നു. ഒരു വശത്ത് പാകിസ്ഥാൻ മന്ത്രിമാരും നേതാക്കളും ഇന്ത്യക്ക് നേർക്ക് ആണവ ആക്രമണ ഭീഷണി മുഴക്കുമ്പോൾ, മറുവശത്ത് ഇന്ത്യയെക്കുറിച്ചുള്ള ഭയം പാകിസ്ഥാൻ സൈന്യത്തിൽ വളരെയധികം ഉള്ളതിനാൽ അവിടെ രാജികളുടെ ഒരു പരമ്പര തന്നെ നടക്കുകയാണ്. 2 ദിവസത്തിനുള്ളിൽ പാകിസ്ഥാൻ സൈന്യത്തിലെ 5000-ത്തിലധികം സൈനികർ അവരുടെ സ്ഥാനങ്ങളിൽ നിന്ന് രാജിവെക്കുന്ന തരത്തിലുള്ള സ്ഥിതിഗതികൾ മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. മറ്റ് നിരവധി സൈനികരും രാജിവെച്ച് നാട്ടിലേക്ക് മടങ്ങാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഈ രാജി പരമ്പര പാകിസ്ഥാൻ സൈന്യത്തിലെ ഉന്നതർക്കിടയിലും പരിഭ്രാന്തി സൃഷ്ടിച്ചിട്ടുണ്ട്. ഈ സാഹചര്യങ്ങൾ നിയന്ത്രിച്ചില്ല എങ്കിൽ സൈന്യത്തിൻ്റെ മനോവീര്യമടക്കം ഗണ്യമായി തകരുമെന്ന് പാകിസ്ഥാൻ സൈനിക ഉദ്യോഗസ്ഥർ തന്നെ പറയുകയും ചെയ്യുന്നുണ്ട്. അതേസമയം പെഷവാർ ആസ്ഥാനമായിട്ടുള്ള പാകിസ്ഥാൻ ആർമിയുടെ 11ാം കോർപ്സിൻ്റെ ആർമി കമാൻഡർ ജനറൽ ഉമർ ബുഖാരി ആർമി ചീഫ് അസീം മുനീറിന് ഒരു കത്തെഴുതി. 12ാം കോർപ്സിലെ സൈനികരുടെയും ഓഫീസർമാരുടെയും ദ്രുതഗതിയിലുള്ള രാജിയിൽ ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ഒരു കത്ത്. അപ്പോൾ ഈ കത്ത് സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ വൈറലാവുകയാണ്. കഴിഞ്ഞ 2 ദിവസത്തിനുള്ളിൽ പാകിസ്ഥാൻ സൈന്യത്തിലെ 200-ലധികം ഓഫീസർമാരും 600 സൈനികരും അതുപോലെ തന്നെ നോർത്തേൺ കമാൻഡിലെ 100-ലധികം ഓഫീസർമാരും 500 സൈനികരും രാജിവെച്ചു എന്ന് വിശദീകരിക്കുന്നതാണ് ഈ കത്ത് എന്ന് പറയപ്പെടുന്നത്. സൈന്യത്തിലെ കൂട്ടരാജി ഇന്ത്യൻ ആക്രമണം എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകുമെന്ന ഭയത്താലാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. പഹൽഗാം വിഷയത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം അത് വഷളാകുന്നതിനിടെ ആയുധങ്ങളുമായിട്ട് പലരും സഹായിക്കാൻ എത്തുന്നു. തുർക്കിയുടെ ഒരു സൈനിക വിമാനം പാകിസ്ഥാനിൽ എത്തിയതായിട്ടുള്ള റിപ്പോർട്ട് വന്നിരുന്നു. തുർക്കി വ്യോമസേന ഉപയോഗിക്കുന്ന ഹെർക്കുലിസ് C-130 ചരക്ക് വിമാനമാണ് പാകിസ്ഥാനിലെത്തിയത്. പടക്കോപ്പുകൾ, ആയുധങ്ങൾ, ഡ്രോണുകൾ, ഇലക്ട്രോണിക് വാർഫെയർ സംവിധാനങ്ങൾ, ടാങ്ക് കൂടാതെ വേദ മിസൈലുകൾ തുടങ്ങിയവ ഇവ പാകിസ്ഥാനിൽ എത്തിച്ചതായിട്ടായിരുന്നു റിപ്പോർട്ടുകൾ വന്നത്. എന്നാൽ ഇത് തുർക്കി നിഷേധിച്ചിട്ടുണ്ട്. പാക് സൈന്യത്തിൻ്റെ പടക്കോപ്പുകളും മറ്റും കൈകാര്യം ചെയ്യുന്ന രഹസ്യ കേന്ദ്രങ്ങളുള്ള കറാച്ചിയിലാണ് വിമാനം എത്തിയത് എന്നുള്ളതാണ്. ഇതാണ് വലിയ ആശയക്കുഴപ്പം ഉണ്ടാക്കിയത്. പാകിസ്ഥാനും തുർക്കിയും തമ്മിൽ പ്രതിരോധ സഹകരണം നിലനിൽക്കുന്നുണ്ട്. തുർക്കിയുടെ ബറാക്തർ ഡ്രോണുകൾ പാകിസ്ഥാൻ സൈന്യം ഉപയോഗിക്കുന്നുമുണ്ട്. ഇതിനു പുറമെ പാകിസ്ഥാന് ചൈന ദീർഘദൂര മിസൈലുകൾ എത്തിച്ചതായിട്ടുള്ള സംശയങ്ങൾ നിലനിൽക്കുന്നു. ഇത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. ഇറാനും സൗദി അറേബ്യയും പോലും പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ സാഹചര്യത്തിലാണ് തുർക്കിയുടെ വിമാനം കറാച്ചിയിൽ എത്തിയത് ആശയക്കുഴപ്പമുണ്ടാക്കിയത്. ഒരു കാലത്ത് പാകിസ്ഥാൻ ആയുധങ്ങളും പണവും നൽകിയിരുന്നത് അമേരിക്കയായിരുന്നു. എന്നാൽ നമുക്കറിയാം, വാളെടുത്തവൻ വാളാൽ എന്ന രീതിയിൽ ഭീകരവാദം ബൂമറാങ്ങായതോടെ അമേരിക്ക ആ പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് ഇപ്പോൾ. മാത്രമല്ല, ശീത യുദ്ധകാലത്ത് ഇന്ത്യ സോവിയറ്റ് പക്ഷത്തോടായിരുന്നു കൂടുതൽ അടുത്തു നിന്നത്. എന്നാൽ സോവിയറ്റ് യൂണിയൻ ശിഥിലമായതോടെ ഇന്ത്യയുടെ വിദേശ നയത്തെക്കുറിച്ച് ഇന്ന് അമേരിക്കയ്ക്ക് സംശയമൊന്നുമില്ല. നരേന്ദ്രമോദിയും ട്രംപുമൊക്കെ വ്യക്തിപരമായി പോലും നല്ല സൗഹൃദത്തിലുമാണ്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള കാലം അമേരിക്ക പാകിസ്ഥാനെ സഹായിക്കില്ല എന്ന ഉറപ്പുമാണ്. ഇന്ത്യയുമായിട്ട് സംഘർഷ സാധ്യത നിലനിൽക്കെ തന്നെ പാകിസ്ഥാൻ സൈനിക ശേഷി വർദ്ധിപ്പിക്കുകയാണിപ്പോൾ. ഇന്ത്യയുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ സൈനികമായിട്ടൊക്കെ വളരെ പിന്നിലാണ് പാകിസ്ഥാൻ എങ്കിൽ കൂടിയും 513 പോർവിമാനങ്ങൾ ഉൾപ്പെടെ 2229 സൈനിക വിമാനങ്ങൾ ഇന്ത്യക്കുണ്ട്. പാകിസ്ഥാന് 328 പോർവിമാനങ്ങളും 1299 വിമാനങ്ങളും മാത്രമാണുള്ളത്. ഹെലികോപ്റ്ററുകളുടെ എണ്ണത്തിലും ആകാശത്ത് ഇന്ധനം നിറയ്ക്കുവാനുള്ള ശേഷിയിലും ഇന്ത്യ തന്നെയാണ് മുന്നിൽ എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അംബാല, ഹാഷിമാര വ്യോമത്താവളങ്ങളിൽ വിന്യസിച്ച റാഫേൽ വിമാനങ്ങൾ ഇന്ത്യയുടെ പ്രതികരണ ശേഷി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. റാഫേൽ, സുഖായ് 30, MKI തദ്ദേശീയമായി നിർത്തിയിട്ടുള്ള തേജസ് അടക്കം ആധുനിക യുദ്ധവിമാനങ്ങളുടെ നിര തന്നെ ഇന്ത്യൻ വ്യോമസേനയ്ക്കുണ്ട്. എണ്ണത്തിൽ കുറവെങ്കിലും പാകിസ്ഥാന്റെ വ്യോമസേന JF-17 തണ്ടർ, F-16 പോലുള്ള ആധുനിക വിമാനങ്ങൾ മുൻനിരയിൽ വിന്യസിക്കുന്നു. നിലവിലെ സാഹചര്യത്തിൽ
പെൻസി, സ്കാൻഡു, സ്വാത് എന്നീ വിമാനത്താവളങ്ങൾ യുദ്ധസജ്ജമാക്കി അല്ലെങ്കിൽ പാക് വ്യോമസേന മുന്നോട്ട് പോകുന്നു. F-16, ജേർട്ടൺ, JF-17 യുദ്ധവിമാനങ്ങളും വിന്യസിച്ചിട്ടുണ്ട്. ചൈനയുടെ നൂതന എയർ ടു എയർ ദീർഘദൂര മിസൈലായിട്ടുള്ള PN-15 ആ മിസൈലുകൾ പാക് വ്യോമസേന സ്വന്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതിർത്തി വഴിയുള്ള പാകിസ്ഥാൻ്റെ അനിയന്ത്രിതമായിട്ടുള്ള ഇടപെടൽ കാരണം ഇറാനുമായിട്ട് പാകിസ്ഥാൻ തർക്കം നിലനിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ കാശ്മീർ പ്രശ്നത്തിൽ ഇറാൻ്റെ സഹായം പാകിസ്ഥാൻ ഉണ്ടാകില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അഫ്ഗാനുമായിട്ടും കടുത്ത പ്രശ്നത്തിലാണ് പാകിസ്ഥാൻ ഇപ്പോൾ. ഏകദേശം 30 ലക്ഷത്തോളം വരുന്ന അഫ്ഗാനികളെ പാകിസ്ഥാൻ തങ്ങളുടെ രാജ്യത്ത് നിന്ന് നാട് കടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ സാഹചര്യത്തിൽ രണ്ട് രാജ്യങ്ങളെ മാത്രമേ പാകിസ്ഥാനെ സഹായിക്കാനായിട്ട് എത്തുകയുള്ളൂ. ചൈനയും മറ്റൊന്ന് തുർക്കിയും മാത്രമാണ്. തുർക്കിയിൽ നിന്നുള്ള ഒരു ചരക്ക് വിമാനം ഇന്ധനം നിറയ്ക്കുന്നതിനായിട്ട് പാകിസ്ഥാനിൽ ഇറങ്ങിയെന്നും പിന്നീട് അത് യാത്ര തുടർന്നുവെന്നുമുള്ള വിശദീകരണം തുർക്കി നൽകുമ്പോഴും അത് എത്രമാത്രം വിശ്വസനീയമാണ് എന്ന് പറയാൻ നമുക്ക് കഴിയില്ല എന്നുള്ളതാണ്. കാരണം ഒരു യുദ്ധം എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാം, ഉറപ്പാണ്. അതിനുള്ള സാഹചര്യമാണ് അതിർത്തിയിൽ ഇപ്പോൾ ഉള്ളത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഒരു പ്രതിസന്ധി ഘട്ടം ഉണ്ടായാൽ ഈ തുർക്കിയും പാകിസ്ഥാനൊപ്പം ചേരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. 2008 മുംബൈ ആക്രമണത്തിന് ശേഷം ഇന്ത്യയിൽ സാധാരണക്കാർക്ക് നേരെയുണ്ടായ ഏറ്റവും വലിയ ഭീകരാക്രമണമാണ് പഹൽഗാമിലേത്. കുറ്റവാളികൾക്കും ഗൂഢാലോചനക്കാർക്കും ശക്തമായ മറുപടി നൽകുമെന്ന് രാജ്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നടപ്പിലാക്കിയിരിക്കും. അതിനുള്ള കരുത്ത് ഇന്ത്യ എന്ന മഹാരാജ്യത്തിന് ഉണ്ട് എന്ന തിരിച്ചറിവാണ് പാകിസ്ഥാൻ്റെ സൈനികർ അടക്കം രാജിവെച്ച് പലായനം ചെയ്യുന്നത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.